ഡ്യൂഡെ ശുഭാംശു ശുക്ല അടക്കമുള്ള സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് പറക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ കടന്നുപോയി. തെക്ക് പടിഞ്ഞാറൻ മാനത്തുകൂടി സഞ്ചരിക്കുന്ന ISS നഗ്നനേത്രങ്ങൾ കൊണ്ട് പലർക്കും കാണാനായി. മഴമേഘങ്ങൾക്കും പ്രതീക്ഷയോടെ കാത്തിരുന്ന പലരുടെയും കാഴ്ച മറച്ചു. ജൂലൈ 9 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ സഞ്ചരിക്കും. മഹേഷ് പോലൂരുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. മഹേഷ്, വടക്കൻ കേരളത്തിലുള്ളവർക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടകരമായ കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എവിടെയായിരുന്നു കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്? വിവരം കേരളത്തിൽ പലയിടത്തും കണ്ടു. ഈ വടക്കൻ കേരളത്തിലും പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മുടെ സഹപ്രവർത്തകനായ ഷെഫീൽ പകർത്തിയ ദൃശ്യമാണ്. കൃത്യം 7:56 തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ തന്നെ കൃത്യമായി കടന്നുപോയി. ഈ കടന്നുപോയ ട്രാക്ക് ഒന്ന് പരിശോധിച്ചപ്പോഴാണ് നമുക്ക് കുറെ കൂടി വ്യക്തത വരുന്നത്. നാസയുടെ തന്നെ യാത്രാപഥം ഒന്ന് പരിശോധിച്ചപ്പോൾ എറണാകുളത്തിന് മുകളിലൂടെ, കൃത്യമായി പറഞ്ഞാൽ പെരുമ്പാവൂരിനും കോതമംഗലത്തിന് മുകളിലൂടെയാണ് കടന്നുപോയത്. നേരെ ആലപ്പുഴയിൽ നിന്ന്, അറബിക്കടലിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കടന്നു വന്ന് എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ ഏതാണ്ട് കോട്ടയത്തിനോടൊക്കെ ചേർന്ന് വരുന്ന ആ പ്രദേശത്തു കൂടിയാണ് കടന്നു പോയത്. ഒരു 6 മിനിറ്റോളം യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കാഴ്ചയിൽ ദൃശ്യമാകേണ്ടതായിരുന്നു. പക്ഷേ പലയിടത്തും പ്രശ്നം ഈ കാർമേഘം തന്നെയായിരുന്നു. അതുകൊണ്ട് പലയിടത്തും നേരിയ സമയം മാത്രമാണ്, സെക്കൻഡുകളുടെ കാഴ്ച മാത്രമാണ് പലയിടത്തും കിട്ടിയത്. ഈ കോഴിക്കോട് ഞങ്ങളും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ഇവിടെ മഴമേഘം കൊണ്ട് അത് മൂടിപ്പോയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോടുള്ള ആളുകൾക്കും കാണാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ദൃശ്യങ്ങളൊക്കെ വരുന്നത്. ഒപ്പം തന്നെ കൊച്ചിയിലും ആളുകൾക്ക് ഇത് കാണാനായി എന്നുള്ളത്. എന്തായാലും ഇന്ന് 10ാം ദിവസമാണ്. ശുഭാംശു ശുക്ല അടക്കമുള്ള ആളുകൾ ഇന്ന് 10ാം ദിവസമാണ്. നമ്മൾ ഈ കേരളത്തിന് മുകളിലൂടെ കടന്നു പോകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പെഗ്ഗി വിൽസൺ, ആ യാത്രയുടെ നേതൃത്വം വഹിക്കുന്ന പെഗ്ഗി വിൽസൺ എടുത്തൊരു ചിത്രം അല്പസമയം മുമ്പ് ആക്സിയം സ്പേസ് അവരുടെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. അത് ഒന്നുമില്ല, അത് ഭൂമിയുടെ ഒരു വശത്തുനിന്നുള്ള ചിത്രം മാത്രമാണ്. എന്തായാലും ഇനി ഒരു 4 ദിവസം കൂടിയാണ് ശുഭാംശു അടക്കമുള്ള ആളുകൾ ബഹിരാകാശത്ത് തങ്ങുക. നിലവിലെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹം 10ാം തീയതി തിരികെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പരീക്ഷണങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നടക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും കടന്നുപോയി. ഒരുപക്ഷെ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ കൃത്യമായൊരു വ്യൂ ഒന്നും അവിടെ നിന്നും ഇങ്ങോട്ടും ഉണ്ടാവില്ല. എന്തായാലും വലിയ സന്തോഷമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അതായത് ജൂലൈ 9 വീണ്ടും ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് വാസ്തവമാണോ? അതിനെപ്പറ്റിയുള്ള വിവരം. ജൂലൈ 9 തീയതി പുലർച്ചെ സമയത്ത് ഏതാണ്ട് ഒരു 4:30 മണി മുതൽ ഏതാണ്ട് ഒരു 5:30 മണിക്ക് ഉള്ളിലാണ്. അത് കൃത്യമായി തന്നെ ആ സമയം അറിയേണ്ടതുണ്ട്. എന്തായാലും ആ സമയത്തും പുലർച്ചെ സമയത്തൊന്ന് കടന്നു പോകാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് 14ാം തീയതിയാണ് വീണ്ടും വരും. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ശുഭാംശു അടക്കമുള്ള ആളുകൾ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടാകും. ശരി, മഹേഷ് പോലൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടവേള.